Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare Krishna. Om Agyantimirandasya Jnananjana Shalakya Sakshanamritamena Tasmai Shri Gurave Namaha. Shri Chaitanya Manobhishtam Sthavidamena Bodhini Swayam Rupa Kadamakim Tadadi Supta. Hare Krishna. Om. നമ്മൾ ഇന്ന് ചൈതന്യ മഹാപ്രഭു നമുക്ക് വേണ്ടി തന്ന ഒരു പ്രേയർ, ശിക്ഷാഷ്ടകം. മഹാപ്രഭു വലിയൊരു സ്കോളറായിരുന്നു. പക്ഷേ നമുക്ക് മഹാപ്രഭു തന്നത് അവസാനം 8 ശ്ലോകങ്ങളാണ്. ഈ 8 ശ്ലോകങ്ങളിൽ നമ്മുടെ തിരുനാമം എങ്ങനെ ജപിക്കണം, ആ ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇതിനെ കുറിച്ചെല്ലാം ഉണ്ട്. പക്ഷെ ഇതിൽ ആദ്യത്തെ 5 പ്രേയേഴ്സ് ഒരു ഭക്തന് വളരെ വളരെ അത്യാവശ്യമാണ്. അതായത് ഈ ഒരു 5 പ്രേയർ, ഫസ്റ്റ് 5 പ്രേയേഴ്സ് നമ്മൾ മനസ്സിലാക്കി കളഞ്ഞാൽ തിരുനാമത്തിന് നേരെ നമുക്ക് ജപിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മഹാപ്രഭു തന്നത് ഒറ്റ ഒരു ഇതേ ഉള്ളൂ, 8 ശ്ലോകങ്ങളാണ്. അതിൽ ഫസ്റ്റ് ശ്ലോകം നമുക്ക് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് നോക്കാം. സാധാരണ ഈ ഏത് മന്ത്രം നമ്മൾ ജപിച്ചാലും, വിഷ്ണു സഹസ്രനാമം അങ്ങനെ ഏതെങ്കിലും മന്ത്രം ജപിച്ചാൽ അതിൻ്റെ ജപിച്ചതിൻ്റെ ഫലം എന്താണുള്ളത് അവസാനം പറയും, ബലശ്രുതി എന്ന് പറയും. ഓക്കെ, കാരണം ഭൗതിക ലോകത്ത് വരുന്ന ഓരോരോ ജീവാത്മാവിനും ഒരു ഇതുണ്ട്. എന്താണ്, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ എനിക്ക് എന്ത് പ്രയോജനം, എനിക്ക് എന്ത് കിട്ടും, പേഴ്സണലി എനിക്ക് എന്ത് കിട്ടും. ഓക്കെ, നമ്മൾ പ്രചാരത്തിന് പോകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ ആർക്കടുത്ത് ജപിക്കാൻ പറയും, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പറയുമ്പോൾ ഫസ്റ്റ് അവർ ചോദിക്കുന്നത് ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം പറയും. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഫസ്റ്റ് പ്രേയറിൽ തന്നെ പറയാണ് ഈ ജപിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പറഞ്ഞാൽ 7 കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ചേത്തോ തർപ്പണമാർജനം ഭവ മഹാദാവാഗ്നി നിർവാപനം, ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ട് 7 കാര്യങ്ങളാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഭാഗവതം പറയുന്നുണ്ട് ഈ ഭൂമിയിൽ നമ്മൾ നാമം ജപിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്, എന്താണ്, പദം പദം യത് വിപദം, ഓരോ സ്റ്റെപ്പും ഡേഞ്ചറാണ്. ഓക്കെ, ഈ ഇതിൽ എന്താണ്, നമ്മൾ ജപിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ വെക്കുന്ന ഓരോ സ്റ്റെപ്പും ഡേഞ്ചറാണ് പറയുന്നത്. പക്ഷെ മഹാപ്രഭു എന്ത് പറഞ്ഞ് ഈ ശിക്ഷാശ്രത പറയുന്നത് പ്രതിപദം പൂർണ്ണ അമൃത ആസ്വാദനം, ഓരോ സ്റ്റെപ്പും ആസ്വദിക്കാം ജപിച്ചാൽ. ഭാഗവതം പറയുന്നത് ജപിച്ചില്ലെങ്കിൽ എന്താണ്, മഹാപ്രഭു പറഞ്ഞ് ജപിച്ച എന്താണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റില്ല മഹാപ്രഭു നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ. സാധാരണ എല്ലാവരും അവസാനം പറയുന്നത്, മഹാപ്രഭു ഫസ്റ്റ് പറയുന്നുണ്ട്. കാരണം വിട്ടുപോകരുത്, ജപിക്കാൻ വിട്ടുപോകരുത്, ആദ്യം മനസ്സിലാക്കിക്കോ ഇത് ജപിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ജപം കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ജപിക്കുകയാണെങ്കിൽ, നമുക്കൊരു ജപിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ജപിക്കുന്ന ആളുടെ പലപ്പോഴും നമ്മളടുത്ത് ചോദിക്കാറുണ്ട്, ആർക്കും ചോദിക്കും ജപിച്ച പ്രഭു ജപിച്ച എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ജപിച്ച് പ്രഭു നന്നായിട്ട് ജപം അങ്ങനെ പോകണം, സൂപ്പറായിട്ട് പോകണം പറയും. പക്ഷേ മഹാപ്രഭു പറയുന്നുണ്ട്, നാം അകാരി ബഹുത നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല ഏതാദൃശി തവ കൃപ ഭഗവൻ മാമപി ദുർദൈവം ഈദൃശം ഇഹ ജാനിനാൻ അനുരാഗ. ദുർദൈവം, എനിക്കൊരു അൺഫോർച്ചുനേറ്റ് ആണ്. എന്താണ് മഹാപ്രഭു പറയാണ്, എനിക്ക് നേരെ ജപിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഹോളി തിരുനാമത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. ഓക്കെ, ഇത് നമുക്ക് നോ അട്രാക്ഷൻ ഫോർ ഹോളി. മഹാപ്രഭു പറയണം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ജപത്തിനോട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാൻ പാടില്ല, കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം, കുറച്ചുകൂടെ പങ്കെടുത്ത് ജപിക്കണം, കുറച്ചുകൂടെ ശ്രദ്ധയോട് ജപിക്കണം. നമുക്ക് ഒരു ഇത് വേണം. എല്ലാ ആചാര്യാസും പറയണത് എന്താ വെച്ചാൽ, അവർക്ക് എന്താണ്, തിരുനാമത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാന്ന് പറയാം. അപ്പൊ നമുക്കും ആ ഒരു ഭാവം വരണം. എന്താണ്, കുറച്ചുകൂടെ നന്നായിട്ട് ജപിക്കണം, പ്രഭുപാദ് പ്രേ ചെയ്യണം, കൃഷ്ണ കുറച്ചുകൂടെ നന്നായിട്ട് ജപിക്കണം. ഡോണ്ട് ഗെറ്റ് സാറ്റിസ്ഫൈ, നമ്മൾ ഇതിൽ സാറ്റിസ്ഫൈ ആവാൻ പാടില്ല. ഓക്കെ, മൂന്നാമത്തത് എന്താന്ന് വെച്ചാൽ തിരുനാമം ജപിക്കാനുള്ള ഒരു ക്വാളിറ്റി, ഇത് വളരെ വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇതിൽ എന്താണ് ക്വാളിറ്റി, ഇത് ഈ ഇസ്കോൺ എല്ലാവർക്കും അറിയാം. തൃനാഥ് അഭി സുനീചേന തരോരേവ സജ്ന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. ഈ ഒരു ക്വാളിറ്റി നമുക്ക് വന്നാൽ മാത്രമേ എനിക്ക് തിരുനാമം നേരെ ജപിക്കാൻ പറ്റും. എന്താണ്, റെസ്പെക്ട്.
ബാക്കിയുള്ളവർക്ക് ബഹുമാനം. അതേസമയം എനിക്ക് ഇങ്ങോട്ട് റെസ്പെക്ട് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് വന്നിട്ട് ചിലപ്പോൾ ഞാൻ അടുത്തവർക്ക് റെസ്പെക്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാവും, പക്ഷെ എനിക്കൊരു റെസ്പെക്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും. ഓക്കെ, ഈ നമ്മൾ രാവിലെ പാടുന്ന ഗുരു പൂജയിലും ഇത് പറയുന്നുണ്ട്. എന്താണ്? സകാല സമ്മൻ ത്വരിത സകതി ദേഹോന്നത ജാത ജാത തബേത ഗായിബു ഹരിനാമാസുക്കെ അപരാധ അബെ ആത. സകാല സമ്മാനം എല്ലാ സക്കാലം വെച്ചാൽ മനുഷ്യർക്ക് മാത്രമല്ല, ഇത് പറയുന്നത് എല്ലാ ജീവജാലങ്ങളും ഞാൻ ബഹുമാനം, റെസ്പെക്ട്. മനുഷ്യരെ മാത്രം, വൈഷ്ണവാസിന് മാത്രം പറയില്ല അതില്. ആ എല്ലാ എന്നെ ചുറ്റിയുള്ള എല്ലാ ജീവജാലങ്ങളും ഞാൻ ബഹുമാനം കൊടുക്കുമ്പോഴാണ് തബേത്തു കായിബോ, അപ്പം മാത്രമേ എനിക്ക് അപരാധമില്ലാതെ തിരുനാമം ജപിക്കാൻ പറ്റും. അപ്പോ ഈ റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വന്നിട്ട് എന്ത് പറയാം, വളരെ വളരെ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും ബാക്കിയുള്ള റെസ്പെക്ട് ചെയ്യണം. അഥവാ എനിക്ക് റെസ്പെക്ട് കിട്ടിയില്ലെങ്കിലും ഞാൻ ഹംബിളായിട്ടിരിക്കും. ഇത് പറയാൻ ഇത്തിരി എളുപ്പമാണെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പലപ്പോഴും നമ്മുടെ ഇതിൽ പറഞ്ഞത് എന്നെ അവർ ബഹുമാനിച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ വേറെ ഒന്നും സംഭവിക്കില്ല, എനിക്ക് തിരുനാമം ജപിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ മഹാപ്രഭു ആദ്യം പറഞ്ഞെന്താണ്? ജപിച്ചാൽ എന്ത് പ്രയോജനം കിട്ടും പറഞ്ഞ്. രണ്ടാമത്തെ എന്താണ് പറയുന്നത്? അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വന്നിട്ട് ആ തിരുനാമത്തിനോട് ജപിച്ചാൽ ഇത്രയും പ്രയോജനം കിട്ടുന്ന ആ തിരുനാമത്തിനോട് ഒരു അട്രാക്ഷനും ഇല്ല. ശരി, അഥവാ എനിക്ക് ജപിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് എൻ്റെ മനോഭാവം? എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ ഭഗവാന് റെസ്പെക്ട് കൊടുക്കും, പക്ഷെ വൈഷ്ണവാസിന് കൊടുക്കത്തില്ല, ബാക്കിയുള്ള മനുഷ്യർക്ക് കൊടുക്കത്തില്ല. എല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ശരി, അടുത്ത് നാലാമത്തെ എന്താണ്? ഈ തിരുനാമം ജപിക്കുമ്പോ നമുക്ക് എന്തൊക്കെയാണ് തടസ്സങ്ങൾ? മഹാപ്രഭു 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ്? നദനം, നചനം, സുന്ദരം. ഓക്കെ, അപ്പോ ഈ 3 ഒരു മനുഷ്യന് തടസ്സമാണ്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മഹാപ്രഭു മാത്രമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന്. അല്ല, ശങ്കരാചാര്യൻ ഇതേ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. മാ കുരു ധനജന യൗവന ഗർഭം ഹരസിനിമേഷ കാലസർവം. മാ കുരു ധനം ജനം യൗവനം നദനം നജനം സുന്ദരം. ഇവിടെ സുന്ദരം എന്ന് വെച്ചാൽ യൗവനമാണ്. കാരണം യൂത്തിലാണ് നമ്മൾ ഓപ്പോസിറ്റ് സെക്സിനോട് ഭയങ്കര അട്രാക്ഷൻ ആവുന്നത്. അപ്പൊ ആചാര്യസ് വെരി ക്ലിയർ ആണ്. എല്ലാ ആചാര്യസും ഒരേ നിർദ്ദേശമാണ് തരുന്നത്. പക്ഷെ അതത് കാലഘട്ടം അനുസരിച്ച് എല്ലാ ആചാര്യസ് പറയുന്ന ഒറ്റ തടസ്സം എന്താണെന്ന് വെച്ചാൽ ഈ 3 കാര്യങ്ങളാണ്: നദനം നജനം സുന്ദരം. ഓക്കെ, ഇത് നമ്മുടെ ലൈഫിൽ വന്ന് ഇതിനോട് നമുക്ക് അട്രാക്ഷൻ ആയി കഴിഞ്ഞാ പിന്നെ നമുക്ക് തിരുനാമം നേരെ ജപിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ജപിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ആ ജപിക്കുമ്പോ അതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം ചിലപ്പോൾ വേറെ ആയിരിക്കും. അതാണ് പ്രശ്നം. അതായത് എനിക്ക് വന്നിട്ട് എന്ത് പറയാം, എന്റെ ജപം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ജോലി നേടണം, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ അസുഖം മാറണം, ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിപ്പോകും. ഒറ്റ ലക്ഷ്യമാണ് നമ്മൾ ജപിക്കുന്നതിന്, ഭഗവാന്റെ പ്രേമഭക്തി കിട്ടണം. അതാണ് അൾട്ടിമേറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ബാക്കിയെല്ലാം കിട്ടിക്കൊള്ളും. ഭഗവാന്റെ അടുത്ത് പോകും തോറും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുറയാൻ തുടങ്ങും. ഇവിടെയുള്ള ഓരോ ഭക്തന്മാർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ജപിച്ചു തുടങ്ങുമ്പോൾ പതുക്കെ പതുക്കെ ക്രമേണ 1 വർഷം 2 വർഷം 3 വർഷം ആകുമ്പോൾ നമ്മുടെ ലൈഫിൽ പ്രോബ്ലം പുറമേ ഉള്ളവരുടെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസേ ഇല്ല എന്ന് പറയാം. നമുക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമല്ല, മര്യാദ ജപിച്ചാൽ മാത്രം മതി. ഓക്കെ, മഹാപ്രഭു ഇങ്ങനെ 4th പ്രേയർ ഇത് പറയാനുണ്ട്. ശരി, അടുത്ത് എന്താണെന്ന് വെച്ചാൽ 5ാമത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ദൈനന്ദ തനുജ കിങ്കരം പതിതമ്മാ വിഷമേ ഭവാമ്പതോ കൃപയാ തവ പാദ പങ്കജ സ്ഥിതശൂലി സദൃശം വിചിന്തിയ. അതായത് ഈ ഭൂമിയിൽ എല്ലാവരും സുരക്ഷിതമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? ആ സേഫ് ആയിട്ടുള്ള പ്ലേസ് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ തിരുപ്പാദങ്ങളാണ്. അതുകൊണ്ട് ആ പൂജാരി നമ്മൾ പൂക്കൾ എന്തെങ്കിലും കൊടുത്താൽ പൂജാരി ആദ്യം കൊണ്ടുപോയി എന്ത് ചെയ്യും? നേരെ ഭഗവാന്റെ തിരുപ്പാദത്തിൽ വെക്കും, അല്ലെ? എന്തെങ്കിലും ഓഫറിങ് നമ്മൾ പൂജാരി ഇതുകൊണ്ട് പൂജിച്ച് തരാൻ പറഞ്ഞാൽ അവർ എവിടെ കൊണ്ടുവയ്ക്കും? ഭഗവാന്റെ തിരുപ്പാദത്തിൽ വയ്ക്കും. എന്തുകൊണ്ടാ? ലോകത്ത് വെച്ച് ഏറ്റവും സേഫ് ആയിട്ടുള്ള പ്ലേസ് എന്ന് വെച്ചാൽ ഓക്കെ, ഇതിനേക്കാൾ അപ്പുറത്ത് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം ഇല്ല. ഭഗവാന്റെ തിരുപ്പാദമാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതുകൊണ്ട് പ്രഭുപാദ് പർപ്പറ്റിൽ ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഏതൊരു ഭക്തന്
ഭഗവാന്റെ തൃപാദങ്ങൾ കുറെ സമയം ദർശനം എടുക്കാൻ പറ്റുന്നുണ്ടോ, ആ തൃപാദങ്ങൾ ആ ദർശനം എടുത്ത ഭക്തന് മാത്രമേ ഭഗവാന്റെ തിരുമുഖത്തിന് കാണാൻ പറ്റൂ. ചിലപ്പോൾ നമ്മൾ പറയും നല്ല ദർശനം കിട്ടി, നല്ല ദർശനം കിട്ടി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഒന്ന് കണ്ണടച്ചിട്ട് ഒന്നും വേണ്ട, നിങ്ങൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിക്ക് എത്ര കൈയും ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയും 4 കൈ 2 കൈ അങ്ങനെ കൈ എങ്ങനെ കൈ വെച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെ, ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് കൈ വെച്ചെന്ന് ചോദിച്ചാൽ കറക്റ്റ് നമുക്ക് പൊസിഷൻ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയും നല്ല ദിവ്യ ദർശനമായിരുന്നു എന്നൊക്കെ പറയും. അല്ല, ഭഗവാന്റെ തൃപ്പാദത്തിന് എത്ര സമയം ധ്യാനിക്കാൻ പറ്റുന്ന വ്യക്തിക്ക് മാത്രമേ ഭഗവാന്റെ രൂപം മനസ്സിൽ പതിയുള്ളൂ, ഭഗവാന്റെ തിരുമുഖം കാണാൻ പറ്റും, ഈ ഫിസിക്കലി കാണുന്നതല്ല. ഓക്കെ, അതായത് ഭക്തി എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളാണ്: മനസ്സ, വാച, കർമ്മണ. എല്ലാ കാര്യങ്ങളും, ഭക്തി മാത്രമല്ല എല്ലാ കാര്യങ്ങളും. നമ്മൾ നാമം ജപിക്കുമ്പോൾ എന്ത് ചെയ്യണ, ശരീരം ടെമ്പിളിൽ വരണുണ്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാവരുടെ വീട്ടിലും എന്താണ് പൂജാമുറിയുടെ അകത്ത് നമ്മൾ കയറി നമ്മൾ ഇരുന്ന് നമ്മുടെ ശരീരം അവിടെ എത്തി. ഓക്കെ, അടുത്ത് വാച, വാക്കുകൾ കൊണ്ട് നമ്മൾ ജപിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ശരീരം എൻഗേജ് ആയി, വാക്കുകൾ എൻഗേജ്. മനസ്സ് എവിടെയാണ്? മനസ്സ് എവിടെ പോണോ അതാണ് എന്റെ എന്ത് പറയാം, തിരുനാമം ജപിക്കുമ്പോൾ എന്റെ മനസ്സ് എവിടെ പോകണം, അതാണ് എന്റെ ലക്ഷ്യം, അതാണ് എന്റെ ബോധം. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നാമം ജപിക്കുമ്പോൾ ചിലപ്പോൾ വീട്ടുകാര്യങ്ങൾ ചിന്തിക്കും, ചിലപ്പോൾ ഓഫീസിലെ കാര്യം ചിന്തിക്കും, ചിലപ്പോൾ ഭക്തന്മാരാണെങ്കിൽ സേവനത്തെ കുറിച്ച് ചിന്തിക്കും, ഇല്ലെങ്കിൽ എന്താ പറയാം വേറെ എന്തെങ്കിലും ഇതായിരിക്കും. അപ്പോ നാമം ജപിക്കുമ്പോൾ വളരെ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എവിടെ പോണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതിനെ ശ്രദ്ധിക്കാതെ വിടുമ്പോഴാണ് നമ്മൾ ഈ ജപിക്കുന്ന ജപം നമ്മൾ അങ്ങനെ പതുക്കെ ഡീവിയേറ്റ് ചെയ്ത് എവിടെയോ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ പറയുന്നത്, പ്രഭു ഞാൻ നന്നായിട്ട് ജപിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ മനസ്സ്, ശരീരം ഓക്കെ, നമ്മൾ എവിടെയും തെറ്റ് ചെയ്തിട്ടില്ല, വാക്കുകളും നമ്മൾ ശരിയാണ്, മനസ്സ് എവിടെയാ? കാരണം മനസ്സ് എവിടെയും പോകുമ്പോൾ ഇതിന്റെ മൊത്തം എനർജി എടുക്കും. ചിലർക്ക് വന്നിട്ട് നാമം ജപിക്കുമ്പോൾ എന്താണ്, മൊബൈൽ കയ്യിലില്ലെങ്കിൽ ജപിക്കാൻ പറ്റത്തില്ല അവർക്ക്. അവർ മൊബൈൽ ഇങ്ങനെ ചെറിയൊരു അഡിക്ഷൻ ആണ്. ഓക്കെ, തെറ്റില്ല, തെറ്റിന്റെ പറയില്ല, ജപിക്കുന്നുണ്ട്. പക്ഷെ അടുത്ത സ്റ്റേജിൽ നമ്മൾ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കണം. ആ മനസ്സിനുള്ള എൻഗേജ്മെന്റ് ആണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതിന് നേരെ ചെയ്താൽ മാത്രമേ മനസ്സ് നിയന്ത്രണത്തിൽ വരുള്ളൂ. ഭഗവാനടുത്ത് അർജുനൻ പറയാണ്, എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പറ്റത്തില്ല, അത് വെരി ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഓരോ ജീവാത്മാണ് അർജുനനെ ഈ ഗതിയാണെങ്കിൽ എല്ലാവർക്കും എന്തുകൊണ്ട് ആദ്യം നമ്മൾ മനസ്സിലായി, എന്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ ഇത്രയും പാട്? ഭഗവാൻ 7th ചാപ്റ്ററിൽ പറയുന്നുണ്ട് 8 കാര്യങ്ങൾ പിന്നെ എന്റെ നിന്ന് സെപ്പറേറ്റ് ആയതാണ്. ഓക്കെ, ഭൂമി അബോ നലോ വായു എല്ലാം പറഞ്ഞിട്ട് മൻകം മനോബുദ്ധി അഹങ്കാര, ഇത് എന്റെ സെപ്പറേറ്റഡ് എനർജി, എന്നിൽ നിന്ന് സെപ്പറേറ്റ് ആയ എനർജിയാണ്. ഭഗവാന്റെ എനർജിയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ പ്രാർത്ഥന കൊടുക്കാൻ, ഭഗവാനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഋഷികേശ, നമ്മുടെ മനസ്സിന് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി എനിക്കില്ല, പക്ഷെ ഭഗവാനുണ്ട്. അൾട്ടിമേറ്റ്ലി നോക്കിയാൽ എന്റെ മനസ്സിന്റെ റിമോട്ട് കൺട്രോൾ ഭഗവാന്റെ കയ്യിലാണ്. ഞാൻ നേരെ ജപിച്ച് ഭഗവാൻ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ റിമോട്ട് കൺട്രോൾ എടുത്ത് എന്റെ മനസ്സിനെ നിയന്ത്രിക്കും. ഓക്കെ, എന്റെ ഡ്യൂട്ടി എന്താണ്? എത്രത്തോളം ഞാൻ എന്നിട്ട് എഫോർട്ട് ഇട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ, കേട്ട് ജപിക്കണം. ഓരോ തവണ നമ്മൾ മന്ത്രം പറയുമ്പോൾ ഒന്ന് കേൾക്കണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. 16 മാല ജപിക്കുമ്പോൾ തരുന്ന ആ 16 എണ്ണം നമ്മൾ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അതേ ഇമ്പോർട്ടൻസ് 16 അക്ഷരങ്ങളും ക്ലിയർ ആയിട്ട് വരുന്നുണ്ടാ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ. അങ്ങനെ ആവാൻ പാടില്ല. ഇതിനു വേണ്ടി ഈ 2 മണിക്കൂർ ഇതിനു വേണ്ടിയാണ്. ഇതിനു വേണ്ടി നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എഫോർട്ട് ഇട്ട് നമ്മൾ നാമം ജപിച്ചാൽ ഈ പറയുന്ന മഹാപ്രഭു പറയുന്ന ഈ 7 കാര്യങ്ങൾ അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. എന്താണ് 7 വണ്ടേഴ്സ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ 7 കാര്യം തെറ്റാതെ കിട്ടും. കിട്ടാതെ വരുമ്പോൾ റീസൺ എന്താ? ഞാൻ എവിടെയോ എന്റെ സൈഡ് ചെറിയ മിസ്റ്റേക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മഹാപ്രഭു തന്ന ഈ 6 ശാസ്ത്രങ്ങൾ ഫസ്റ്റ് 5 നമുക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സാധക, ഒരു ഭക്തന് എന്ത് ചെയ്താൽ ഇതെല്ലാം കിട്ടും? ഫസ്റ്റ് എന്താണ് ബെനിഫിറ്റ്? സെക്കൻഡ് എന്താണ് അൺഫോർച്ചുനേറ്റ്ലി എന്താണ് എനിക്ക് അട്രാക്ഷൻ ഉള്ള. അപ്പോൾ എനിക്ക് അട്രാക്ഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3ാമത്തെ പ്രയർ എന്താണ്? നമുക്ക് വന്നിട്ട് ഹമ്പിൾ ആയാൽ മാത്രമേ
തിരുനാമത്തിനോട് ഒരു അറ്റാച്ച്മെന്റ് വരാൻ പറ്റും. അങ്ങനെ ജപിക്കുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള എന്താണ് തടസ്സങ്ങൾ എന്തൊക്കെയാണ്? 3 കാര്യങ്ങളാണ്. നദനം, നജനം, സുന്ദരം. എല്ലാ ആചാര്യസ് ഇത് പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും ബാധകമാണ്. അതും കളഞ്ഞാൽ എന്താണ്? ഇതിന്റെ ഡെസ്റ്റിനേഷന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാന്റെ തൃപ്പാദമാണ്. ആ തൃപ്പാദങ്ങൾ നമ്മൾ എത്തണമെന്ന് വെച്ചാൽ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ തൃപ്പാദം കിട്ടത്തുള്ളൂ. ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത് പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതി പാസ്സായാൽ നമുക്ക് ജോലി കിട്ടും. അതേപോലെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കാൻ ഭഗവാനടുത്ത്. ഭഗവാനെ, എനിക്ക് നിന്റെ എന്താണ് തൃപ്പാദങ്ങൾ സേവനം ചെയ്യുന്ന ആഗ്രഹമുണ്ട്, ഞാൻ അപ്ലിക്കേഷൻ കൊടുക്കാൻ. ആ അപ്ലിക്കേഷൻ മഹാപ്രഭു അല്ലെങ്കിൽ ഭഗവാൻ കൺസിഡർ ചെയ്യുന്ന വെച്ചാൽ ഞാൻ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്താൽ ഭഗവാൻ റിമോട്ട് എടുത്ത് കൺട്രോൾ ചെയ്യും. ഓക്കെ, ഹരേ കൃഷ്ണ.